നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ TinsoBro. ഞാനാണ് നിങ്ങളുടെ അഖിത. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ ഗണ്ടപതിപൂലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞങ്ങളിവിടെ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, ഇനി അറിയത്തില്ലാത്തവർക്ക്, പഴയ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് ഞങ്ങൾ പറയാം. ഇവിടെ ഒരു തന്തൂരി പ്രോൺസ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഇവിടെ വരെ ബൈക്ക് എടുത്ത് ഓടിച്ച് വന്നത്. 1000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ 8ാമത്തെ ദിവസമാണ്. ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തി. തന്തൂരി പ്രോൺസ് ഇന്നലെ രാത്രി കഴിച്ചു. എപ്പിസോഡുകളെല്ലാം നിങ്ങൾ കാണുക. ഇവിടെ ഞാൻ കൊടുത്തേക്കാം. ഞങ്ങളിപ്പോൾ തിരിച്ചുള്ള ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മാംഗോ വാലി എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ്. ജസ്റ്റ് ചുമ്മാ ഒന്ന് അടിച്ചു പൊളിക്കാൻ വന്നതാണ്. അപ്പോൾ കഴിഞ്ഞു ഇവിടുത്തെ. ഓക്കെ, ഒരു TinsoBro അപ്രൂവൽ ഇല്ലല്ലേ ഇതിന് റിസോർട്ടിന്? ഓക്കെ, TinsoBro അപ്രൂവൽ ഈ റിസോർട്ടിന് ഇല്ല കേട്ടോ. ഐ എം സോറി. ഓക്കെ, കാരണങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ശരി, റോഡിൽ കാണാം നിങ്ങളുടെ സ്വന്തം TinsoBro. ഇന്ന് ഞങ്ങൾ പോകുന്നത് നേരെ ഹൈവേ പിടിച്ചെന്ന് ഫുൾ ഹൈവേ റൈഡിങ് ആയിരിക്കും. അപ്പോൾ ശരി, റോഡിൽ കാണാം. ചെറിയ ചെറിയ കടലിന് അടുത്തുള്ള ഷോർട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ ആസ്വദിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, മാംഗോ വാലി റിസോർട്ടിൽ നിന്നും ഓക്കെ, ബൈ ദാദാ, ബൈ ബൈ. ഓക്കെ സുഹൃത്തുക്കളെ, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. തണുത്ത അന്തരീക്ഷം, കറക്റ്റ് തണുപ്പ്. ഈ ഒരു സമയത്ത് വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമാണ് ആക്ച്വലി. ഏതാ വ്യൂ! വാ 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 വാ, അരേ വാ. ഓവറാക്കി ചളക്കാണോ? സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കാണൂ. അയ്യോ, രാവിലെ തന്നെ തണ്ടി മറിക്കാതടേ. ഓടുന്ന റൈറ്റ് കേട്ടോ. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾക്ക് ആക്ച്വലി പോകേണ്ടത് ലെഫ്റ്റ് ആണ്. നമ്മൾ റൈറ്റിലേക്ക് പോവാണ്. 1-2 ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഗണപതിപുളെ ലീവ് ചെയ്യാൻ പോവാണ്. ഇതാ കടലൊക്കെ കണ്ടു വിട്ടോ, എല്ലാം സെറ്റാണ്. ഫുൾ ലീവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ട ഡ്രോൺ ഷോട്ട്സ് എല്ലാം വൺ റിസ്കി ഷോട്ട്സ് ആയിരുന്നു. അത് മ്യാരൊക്കെ ഷോട്ട്സ് ആയിരുന്നു. ബാറ്ററി കുറവായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഡ്രോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയപ്പോഴത്തേനും ഡ്രോൺ അതിൻ്റെ ഇഷ്ടത്തിന് അപ്പുറത്തേക്ക് പോയി, വേറെ ഹോം പോയിൻറ്റിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ ഷോട്ട്സ് എടുക്കാൻ. ഞങ്ങളിപ്പം ഡെസ്റ്റിനേഷൻ ഇട്ടിരിക്കുന്നത് പുൽപ്പള്ളിക്കാണ്, നമ്മുടെ വീട്ടിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കോലാപ്പൂരാട്ടോ. കോലാപ്പൂർ ഹൈവേയിലാണ്. കോലാപ്പൂരിലാണെന്ന് തോന്നുന്നു എനിക്ക് ഹൈവേയിലേക്ക് ജോയിൻ ചെയ്യുന്നത്, എനിക്കറിയില്ല. ബൈ 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 ബൈ. ആരെ വാരെ ബീച്ച് ഗണപതിപൂലെ. സീ യു ലേറ്റർ. ഈ ബീച്ചിലാണ് ഞാൻ സ്കൂബ ഡൈവിങ് ചെയ്തത്. ഇപ്പം അവിടുത്തെ ഷാക്കുകളെല്ലാം അവർ ഒഴിവാക്കി കേട്ടോ. तो आमरस मिलेगा? आमरस अच्छा, ओके. ये कितने का है? 240. इधर रत्नागिरी का लोकल है ना? 240. 240 രൂപ വാങ്ങല്ലേ? എവിടെ വെക്കും? ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ മാങ്ങാളുടെ നാട്ടിൽ നിന്ന് ആംരസ് വാങ്ങിയിട്ടുണ്ട്. ആംരസ് ഈ വിനായക സ്വീറ്റ്സിൽ കിട്ടും രത്നഗിരിയിൽ. അതായത് മാംഗോൻ്റെ പൾപ്പാണ് കേട്ടോ, ലോക്കൽ മെയ്ഡ്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് കോലാപ്പൂരിന് തിരിഞ്ഞിരിക്കുകയാണ്. 118 കിലോമീറ്റർ സ്ട്രൈറ്റ് പോകാൻ മാപ്പ് പറയുന്നു. നാഷണൽ ഹൈവേ 166 ആണിത്. പൻവേലിലേക്ക് പോകുന്ന ഹൈവേ ആണിത്. ഇത് 4 ലൈൻ ഇതുവരെ ആയിട്ടില്ല. 4 ലൈൻ ഹൈവേ എപ്പോൾ ആകും എന്നറിയത്തില്ല. ചിലപ്പം കോലാപ്പൂർ ചെന്ന് കഴിഞ്ഞിട്ടാകാൻ ചാൻസ് ഉണ്ട്, ഹമ്പുണ്ട്. ഗോവ, അങ്ങോട്ട് ഗോവ, ഇങ്ങോട്ട് കോലാപ്പൂർ. അതാണ് ഗോവയിൽ നിന്ന് വരുന്നുള്ള മെയിൻ ഹൈവേ കേട്ടോ. നമ്മൾ കോസ്റ്റൽ റോഡ് പിടിച്ച് വരുന്നു, അത് ഹൈവേ. പിന്നെ കോലാപ്പൂരിലോട്ട് ഒരു 90 കിലോമീറ്റേഴ്സും കൂടിയേ ഉള്ളൂ. അതെ, 90 കിലോമീറ്റേഴ്സ് കറക്റ്റ്. കോലാപ്പൂർ 4 ലൈൻ ഹൈവേ ആയിരിക്കും അല്ലേ? അതെ, കോലാപ്പൂർ 4 ലൈനാണ്. കോലാപ്പൂർ വഴി 4 ലൈൻ ഹൈവേ ആണ്. ഞാൻ കോലാപ്പൂർ വഴി ആദ്യം
ഞാൻ രാജസ്ഥാൻ ട്രിപ്പ് പോയപ്പോൾ വന്നതും അതേ ഹൈവേ ആണ്. പിന്നെ CBR എടുത്ത് ആദ്യമായിട്ട് വന്നതും കേരളത്തിലേക്ക് വന്നതും അതേ ഹൈവേ ആണ്. നമുക്ക് ഇതേപോലെ ഒരു 3-4 മല കയറി ഇറങ്ങിയിട്ട് വേണമായിരിക്കും ഹൈവേയിലെത്താൻ. എനിക്കിപ്പോ ഓർമ്മ കഴിഞ്ഞ ദിവസം നമ്മള് ഇതുപോലെ ചുരം ഇറങ്ങിയപ്പോ എന്റെ വണ്ടിയുടെ ബ്രേക്ക് പോയത്. പിന്നെ പഠിച്ചോനെ നിങ്ങൾ കാത്തോണി എന്നും പറഞ്ഞൊരു പോക്കായിരുന്നു. ഓക്കെ സുഹൃത്തുക്കളെ, ചെറിയൊരു ബ്രേക്ക്. ബാഗൊക്കെ റെഡിയാണോ? ഇങ്ങോട്ടാണല്ലോ. വൺ അറ്റ് എ ടൈം ഓവർടേക്കാണ്. 1 at a time. അത് 5113 അല്ലേ പോകുന്നത്? അതെ, നേരത്തെ നമ്മൾ ഓവർടേക്ക് ചെയ്ത വണ്ടിയുണ്ട് കേട്ടോ. ഇവൻ്റെ 5113 പുറകെ പിടിച്ചോ. ഞാൻ കയറുവാണേ. ഞാൻ ഈ ലോറീൻ്റെ പുറകെ പിടിക്കുവാണേ. ബാ വണ്ടിയുണ്ട്, വലിയ ലോറിയാ. അത് കഴിഞ്ഞിട്ട് കയറിക്കോ. ഇന്നോവ കഴിഞ്ഞിട്ട് കയറിക്കോ. പോരെ എന്നെ കയറിക്കോ. നൈസ്. ഫുൾ മലനിരകള്. നമ്മളൊരു മലയുടെ മുകളിലോട്ടാ പോണേ. ഒറ്റയ്ക്ക് കാണുന്ന ഒരു മരം എന്ന് പറഞ്ഞില്ലേ, അത് ദേ ഇതിന്റെ മുകളിലല്ലേ. അമ്മേ എന്ത് സുഖം. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ രത്നഗിരിയിൽ നിന്ന് വന്ന കപ്പ് കേക്കൊക്കെ അടിച്ച് ദാഗിത സൈഡായിരിക്കുകയാണ്. അങ്ങനെ നിലത്ത് കുത്തിയിരിക്കുകയാണ്. ഹൈവേൻ്റെ സൈഡിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. 2 വണ്ടി ഇരിക്കുന്നു. 20 കിലോമീറ്ററോട് കൂടിയിട്ട് നമ്മൾ കോലാപ്പൂർ എത്തും. കോലാപ്പൂർ എത്തുമ്പം പ്രോബബ്ലി നമ്മുടെ 4 ലൈൻ ഹൈവേയിലേക്ക് കയറും. ഞാൻ ചവച്ചിട്ട് പറഞ്ഞു കേട്ടോ. ചേട്ടന്മാരെ നമ്മളോട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 4 ലൈൻ ഹൈവേയിൽ നമ്മൾ കയറുന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമ്മളിവിടെ ഇരിക്കുന്നു. ശുഭപ്രതീക്ഷയാണോ മോശം പ്രതീക്ഷയാണോ എന്നറിയില്ല. എങ്കിൽ റോഡ് ഇവിടെ ഭയങ്കര മറ്റേ കുന്ന് കയറ്റം ഇറക്കം, അൺഎക്സ്പെക്റ്റഡ് കട്ടർ, വണ്ടികളെല്ലാം തകിലും പുകിലും എന്ന് പറഞ്ഞു വരുന്നു. എന്തായാലും നമ്മൾ ഹൈവേ കയറിയ പിന്നെ ഒറ്റ വിടലാണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഇന്ന് എത്ര ദൂരം പോകുന്നു. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായി, 1:15 നമ്മൾ ഏകദേശം ഒരു സൺസെറ്റ് വരെ റൈഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പം. ആരോഗ്യ കണ്ടീഷൻസൊക്കെ നോക്കി, വണ്ടീൻ്റെ കണ്ടീഷൻസ് നോക്കി. അപ്പോൾ ശരി, റോഡിൽ കാണാം, കോലാപ്പൂർ ഹൈവേയിൽ കാണാം. സുലാൻ. ഓക്കെ, വെൽക്കം ടു ദ ഹൈവേ, Kolhapur airport. Yes, we are entering highway. Slowly. Okay, continue for 2 kilometers. Bangalore 603, Belgaum 100. നമുക്ക് സുഹൃത്തുക്കൾ ഏകദേശം കർണാടകയിലേക്ക് കയറിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര വിട്ട് കർണാടകയിലേക്ക് 2 ട്രക്ക്, ഒരു ട്രക്ക് 50 കിലോമീറ്റർ സ്പീഡിലും ഒരു ട്രക്ക് 51 കിലോമീറ്റർ സ്പീഡിലും പോകും. നമ്മളതിൻ്റെ പുറകെ സ്റ്റക്കായിരിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, ഇതാണ് ജിതിൻ, മുംബൈയിൽ നിന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്, ഫോണൊക്കെ വിളിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നറിയാൻ വേണ്ടിയിട്ട് പുള്ളി കൺസേൺ എടുത്താണ്. ഇൻ്റർസെപ്റ്റർ 650 അടിപൊളി. ഓ മൈ ഗോഡ്, തീ പിടിച്ച് ഗൈസ്, റോഡിന് തീ പിടിച്ച് ഗൈസ്. ഓ മൈ ഗോഡ് ഞങ്ങൾ പുകയ്ക്കൊന്നിട്ട് പോകണം ഗൈസ്. ഓ മൈ ഗോഡ്. ഓക്കെ, തീ കഴിഞ്ഞു ഗൈസ്. സോറി ഗൈസ്. നിങ്ങൾ പെട്ടെന്ന് ഞാൻ വീഡിയോയിലേക്ക് ആകർഷിച്ചതാണ് ഗൈസ്. ഓ മൈ ഗോഡ് തീ പിടിച്ച് ഗൈസ്. പിന്നെ ലോറിക്ക് തീ പിടിച്ച് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹൈവേയിൽ നിങ്ങളൊന്നും കാണിക്കാനല്ല ഗൈസ്, വേറെ എന്ത് പറയും ഗൈസ്. ഇങ്ങനെ 1-2 ഇൻസിഡൻസ് അല്ലാതെ വേറെ എന്ത് നിങ്ങൾ ഞാൻ കാട്ടും ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, നിങ്ങൾ എന്നെ മനസ്സിലാക്കുക ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. പടയപ്പ തണുപ്പ്, തണുത്ത കാറ്റ്, കായലല്ലേ, കായലിൽ നിന്ന് നല്ല തണുത്ത കാറ്റ്. വെരി നൈസ്. വിമാനം ആകാശത്തോടെ വിമാനം ഗൈസ്. ഓ പട്ടി ചത്തിറക്കുന്നു ഗൈസ്, പട്ടിക്ക് തല വേർപെട്ട് കിടക്കുന്നു ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. ഓ തീ പിടിച്ച് ഗൈസ്, കുട്ടിക്ക് തീ പിടിച്ച് ഗൈസ്.
ആ ട്രക്കിന്റെ കുട്ടിക്ക് തീ പിടിച്ച് ഗൈസ്. ഓക്കെ ഗൈസ്, നല്ല തണുപ്പാണ് ഗൈസ്, നല്ല സുഖമാണ് ഗൈസ്, വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ് ഗൈസ്. സമയം ഇപ്പൊ 5:30 ആയി ഗൈസ്. ഞങ്ങൾ ഇനി ഹുബ്ലിക്ക് 30 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. ഗൈസ് ടാറ്റാൻ്റെ ഒരു ട്രക്ക് തൊണ്ണു കൊടുക്കാണ് പോകുന്നത് ഗൈസ്. പൊളിയാണ് ഗൈസ്, നല്ല രസമുണ്ട് ഗൈസ്. ആഹാ അടിപൊളി ഗൈസ്, അടിപൊളി. നല്ല തണുപ്പാണ് ഗൈസ്, ഒരു രക്ഷയില്ലട്ടാ. ജസ്റ്റ് ഹുബ്ലിക്ക് 30 കിലോമീറ്റർ ഉള്ളപ്പോൾ ഉള്ള ഒരു 2 ലൈൻ റോഡാണ്. അത് ഭയങ്കര ഡർട്ടി ഓവർടേക്സ് ഒക്കെ എല്ലാവരും ചെയ്യുന്നൊരു സ്ഥലമാണ്. ലൈറ്റൊക്കെ ഇട്ട് പ്രവളാന്ന് മിന്നിച്ചിട്ടൊക്കെ ആൾക്കാർ വളർന്നു വരുന്നത്. ഓ ഓക്കെ ഗൈസ്, ദിസ് റോഡ് ഈസ് വെരി ഡേഞ്ചറസ് ഗൈസ്. ഗൈസ് റോഡ് ഈസ് വെരി ഡേഞ്ചറസ് ഗൈസ്. ശ്രദ്ധിച്ച് ഞങ്ങൾ പയ്യെ പോവാണ് ഗൈസ്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ വണ്ടി നിർത്തി ഹൈവേൻ്റെ സൈഡിൽ ഇനി ഒരു അക്കോമഡേഷനുള്ള തപ്പലാണ് ഇനിയുള്ളത്. നടു നൂർത്തുന്നു, സമയം 7:30 കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ചെറിയൊരു ഹോട്ടൽ ഇട്ടിട്ടുണ്ട്, നമുക്ക് പോവാം. ഓക്കെ ലെറ്റ്സ് ഗോ. സുഹൃത്തുക്കളെ ഓക്കെ എക്കോ അടിച്ച്. ഓക്കെ സുഹൃത്തുക്കളെ, സംഭവം നമ്മൾ ഒരു ഹവേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈവേൻ്റെ തൊട്ട് കുറച്ച് സൈഡിലായിട്ട് ഒരു റൂം സെറ്റാക്കി. ഇതാണ് റൂം, ജസ്റ്റ് ബാത്റൂം. ഇതാ റൂം, വലിയ കുഴപ്പമില്ല, മോശമില്ല. 1000 രൂപ, 1000 rupees ഹോട്ടൽ അശോക ഇൻ ഹവേരി. AC റൂം. ഓക്കെ, AC റൂമാണ്. കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതിൻ്റെ നോൺ AC ക്ക് 700 രൂപയാണ്. അപ്പം കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായിട്ട് ഇരിക്കുന്നത് AC റൂമാണെന്ന് കണ്ടിട്ടാണ് ഞാൻ 1000 രൂപയ്ക്ക് AC റൂം എടുത്തത്. അപ്പോൾ ഉള്ള ശരി, ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. ഇന്ന് വലിയ ഹൈവേ റൈഡിങ് മാത്രമൊന്നും, വലിയ മറ്റേ സംഭവ വികാസങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ നിങ്ങൾ എൻജോയ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിപാടികളെല്ലാം ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. കാരണം യൂട്യൂബ് അൽഗോരിതത്തിൽ കയറി വരാൻ അതൊക്കെ ഞങ്ങളെ സഹായിക്കും. ഓക്കെ ശരി, അപ്പോൾ നാളെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരിക്കും ഗോവ ട്രിപ്പിൻ്റെ. നാളെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഒരു കൊറോണ ടെസ്റ്റിനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. ആ പദ്ധതികളും പ്ലാനുകളൊക്കെ ഞങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ രാവിലെ റോട്ടിൽ കാണാം. നിങ്ങളുടെ സ്വന്തം ടിൻസോ ബ്രോ ആൻഡ് അഖിത. അപ്പോൾ ശരി, സുലാൻ മാ സലാമ, ടേക്ക് കെയർ, ബൈ.